ലോകത്തിന്റെ ഭാവിക്ക് യോഗ അനിവാര്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യോഗ ഒരു ദിവസത്തെ ആഘോഷമായി ഒതുക്കരുതെന്നും മെച്ചപ്പെട്ട ആരോഗ്യത്തിനായി അത് പരിശീലിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ കൊൽക്കത്തയിലെ റെഡ് റോഡിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. प्राणायाम से उत्पन्न हुए तरंगों को महसूस दूर करता है। श्वास प्रश्वास पर संकल्प का धारण करेंगे। ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നാണ് ഈ വർഷത്തെ പ്രമേയം. പ്രായമായവർക്ക് മാത്രമല്ല എല്ലാ പ്രായക്കാർക്കും വേണ്ടിയുള്ളതാണ് യോഗയെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. പ്രായം കൂടുന്നതിനനുസരിച്ച് മനുഷ്യന്റെ കഴിവുകൾ കുറയാതിരിക്കാൻ യോഗ സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. യോഗയെ ഒരു ദിവസത്തേക്ക് മാത്രമായി പരിമിതപ്പെടുത്തില്ലെന്ന് പ്രതിജ്ഞയെടുക്കാമെന്നും മോദി കൂട്ടിച്ചേർത്തു. 20 വയസ്സുള്ളതിനേക്കാൾ വഴക്കം 40-ാം വയസ്സിലും 30 വയസ്സുള്ളതിനേക്കാൾ ഊർജ്ജം 50-ാം വയസ്സിലും ഉണ്ടായിരിക്കുക എന്നതാകണം നമ്മുടെ ലക്ഷ്യമെന്ന് മോദി ഓർമ്മിപ്പിച്ചു. ശരീരം വഴക്കമുള്ളതാക്കാനും ഊർജ്ജസ്വലത നിലനിർത്താനും സമ്മർദ്ദരഹിതമായ ജീവിതം നയിക്കാനും യോഗ സഹായിക്കുമെന്നും കൂട്ടിച്ചേർത്തു. പശ്ചിമബംഗാൾ ഗവർണർ RN രവി, മുഖ്യമന്ത്രി സുവേന്ദു അധികാരി എന്നിവരും പ്രധാനമന്ത്രിക്കൊപ്പം ചടങ്ങിൽ പങ്കെടുത്തു. ആയിരക്കണക്കിന് പേരാണ് യോഗ ചടങ്ങിൽ പങ്കെടുത്തത്. രാജ്യത്തുടനീളം വിപുലമായ പരിപാടികളാണ് കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടന്നത്. സാംസ്കാരിക മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ഡൽഹിയിലെ ചെങ്കോട്ട, ഉത്തരാഖണ്ഡിലെ ഹരിദ്വാർ, ഒഡീഷയിലെ കൊണാർക്ക്, തമിഴ്നാട്ടിലെ മഹാബലിപുരം തുടങ്ങി രാജ്യത്തെ പ്രധാനപ്പെട്ട 100 ചരിത്ര സാംസ്കാരിക കേന്ദ്രങ്ങളിൽ വിപുലമായ പരിപാടികൾ നടന്നു. കേരളത്തിലും എല്ലാ ജില്ലകളിലും പരിപാടികൾ സംഘടിപ്പിച്ചു. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.